പെഹൽഗാമിൽ നിരപരാധികളെ വെടിവെച്ച് കൊന്നതിനുള്ള പ്രതികാര നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. എന്നാൽ ആ നടപടിക്ക് അതിനപ്പുറത്തേക്കുള്ള മാനങ്ങളുണ്ട്. ഇന്ത്യൻ സായുധ സേന നടത്തിയ കൃത്യമായ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഓപ്പറേഷൻസ് തലവനാണ് വീണത്. IC-814 റാഞ്ചിയതിൻ്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുൾ റൌഫ് അസർ. അബ്ദുൾ റൌഫ് അസറാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജെയ്ഷെ തലവൻ മസൂദ് അസറിൻ്റെ സഹോദരൻ. ഈ സംഭവത്തോടുകൂടി IC-814 റാഞ്ചിയ ആ കഥ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം IC-814 റാഞ്ചി പിന്നീട് കാണ്ഡഹാറിൽ നിന്നാണ് അതിലുള്ള ആളുകളെ വിട്ടയക്കുന്നത്. 1999 ഡിസംബർ 24 ഹർക്കത്തുൽ മുജാഹിദീനിലെ 5 തീവ്രവാദികൾ ചേർന്ന് വിമാനം തട്ടിക്കൊണ്ടുപോയത്. ഇന്ത്യൻ എയർലൈൻസിൻ്റെ എയർബസ് A300 തട്ടിയെടുത്തത്. കാഠ്മാണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു ആ യാത്രാ വിമാനം. ഇന്ത്യൻ വ്യോമാതിർത്തി കടന്നതിനു ശേഷമാണ് വിമാനം തട്ടിയെടുത്തത്. വിമാനത്തിൽ 190 പേരുണ്ടായിരുന്നു. 179 യാത്രക്കാർ, ക്യാപ്റ്റൻ ദേവി ശരൺ, ഫസ്റ്റ് ഓഫീസർ രജീന്ദ്ര കുമാർ, ഫ്ലൈറ്റ് എഞ്ചിനീയർ അനിൽ കുമാർ ജഗിയ, അങ്ങനെ 11 ക്രൂ അംഗങ്ങൾ. ഇബ്രാഹിം അക്തർ സെയ്ദ്, സണ്ണി അഹമ്മദ് ഖാസി, സഹൂർ മിസ്ത്രി, ഷാക്കിർ, അങ്ങനെ 5 തീവ്രവാദികൾ ചേർന്നാണ് ആ വിമാനം തട്ടിയെടുത്തത്. വിമാനത്തിനകത്ത് ഇവർ കോഡ് പേരുകളാണ് ഉപയോഗിച്ചിരുന്നത്. ചീഫ്, ഡോക്ടർ, ബർഗർ, ബോല, ശങ്കർ എന്നിവയായിരുന്നു ആ കോഡ് നാമങ്ങൾ. ഈ കോഡ് നാമങ്ങൾ ഉപയോഗിച്ചാണ് അവർ സംസാരിച്ചത്. 1994 ഡിസംബർ 24 ഇന്ത്യൻ സമയം 4 ശേഷമാണ് കാഠ്മാണ്ഡുവിൽ നിന്ന് വിമാനം ഡൽഹിയിലേക്ക് പറന്നുയർന്നത്. 4:39 ആയപ്പോൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചു. ചീഫ് സ്റ്റുവാർഡ് അനിൽ ശർമ്മ പൈലറ്റുമാർക്ക് പാനീയങ്ങൾ വിളമ്പാൻ എത്തി. ആ ഘട്ടത്തിലാണ് മുഖം മൂടി ധരിച്ച ഒരാൾ റിവോൾവറും ഗ്രനേഡും വീശുന്നത്. 4:53 വിമാനം തട്ടിയെടുത്തതായി പൈലറ്റിനോട് പറയുന്നു. 4:56 ഡൽഹിയിലെ എയർ ട്രാഫിക് കൺട്രോളിന് സ്ഥിതിഗതികളെ സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുന്നു. അങ്ങനെ വിമാനം റാഞ്ചിയതായി പ്രഖ്യാപിക്കപ്പെടുന്നു. 6:44 വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ ഇറക്കേണ്ടി വന്നു. ഫ്ലൈറ്റിൽ പറക്കാൻ ആവശ്യമുള്ള ഇന്ധനം ഇല്ല എന്ന് തീവ്രവാദികളെ ധരിപ്പിച്ചാണ് വിമാനം അമൃത്സറിൽ ഇറക്കിയത്. അമൃത്സറിൽ വെച്ച് വിമാനം പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന ശ്രമിക്കുമെന്നാണ് പൊതുവെ എല്ലാവരും അന്ന് ധരിച്ചിരുന്നത്. പക്ഷേ അമൃത്സറിലേക്ക് വിമാനം വരും എന്നതിനെക്കുറിച്ചൊരു ധാരണ അന്ന് നമ്മുടെ സർക്കാരിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്നൊരു നടപടികളിലേക്ക് കടക്കാനും കഴിഞ്ഞില്ല. ഏതായാലും 6:44 അമൃത്സറിൽ വിമാനം ഇറക്കി. അപ്പോഴേക്കും NSGകൾ ഡൽഹിയിൽ നിന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു. NSG കമാൻഡോകൾ ഓപ്പറേഷൻ നടത്തി വിമാനം മോചിപ്പിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. വൈകുന്നേരം 7:55 NSG കമാൻഡോകൾ ഡൽഹിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. അവർ 8:15 അവിടെ എത്തി. പക്ഷേ അപ്പോഴേക്കും തീവ്രവാദികൾ ആ റാഞ്ചി വിമാനവുമായി അവിടെ നിന്ന് പറന്നുയർന്നു. പിന്നീട് വിമാനം ലാഹോറിലേക്ക് പോയി. ആദ്യഘട്ടത്തിൽ ലാഹോറിൽ ഇറങ്ങാൻ സമ്മതിച്ചില്ല. അവിടെ ലൈറ്റുകൾ ഓഫ് ചെയ്തു. ഒപ്പം ഈ വിമാനം ഇറക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഓഫാക്കി. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ വിമാനം ഇറക്കുന്നതിനോട് അവിടെ കാര്യമായ രീതിയിലൊരു സഹകരണം ഉണ്ടായില്ല. പിന്നീട് ചർച്ചകൾക്ക് ശേഷം ലാഹോറിൽ വിമാനം ഇറക്കി. 8:01 ലാഹോറിൽ വിമാനം ഇറങ്ങി. 10:30 വരെ വിമാനം അവിടെ നിന്നു. ലാഹോറിൽ നിന്ന് വിമാനം എങ്ങോട്ട് പോകും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. കാണ്ഡഹാറിലേക്ക് വിമാനം കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ആദ്യം നടന്നത്. പക്ഷേ അവിടെ രാത്രി വിമാനം ഇറക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വിമാനം മാറ്റാൻ തീവ്രവാദികൾ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് അൽ മിൻഹാദ് എയർബേസ് ദുബായിലേക്ക് ഈ വിമാനം മാറ്റുന്നത്. 1:32 അവിടെ എത്തുന്നു. ദുബായിലെത്തിയപ്പോൾ ചില ചർച്ചകൾ നടന്നു. ഹൈജാക്കർമാർ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി. 27 യാത്രക്കാരെ മോചിപ്പിച്ചു. അസുഖബാധിതരും സ്ത്രീകളും അങ്ങനെയുള്ളവരെയൊക്കെ മോചിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. അതിനിടയിൽ ഒരാളെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു. ആ ശരീരവും വിട്ടുകിട്ടാൻ ഉള്ള ശ്രമങ്ങൾ നടന്നു. ഡിസംബർ 25 ഹൈജാക്കർമാർ വിമാനവുമായി അഫ്ഗാനിസ്ഥാനിലെത്തി. കാണ്ഡഹാറിൽ അവർ ലാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ കാണ്ഡഹാറിൽ വിമാനം ലാൻഡ് ചെയ്യുകയാണ്. 2 ദിവസത്തെ ആഭ്യന്തര ചർച്ചകൾക്ക് ശേഷം ഡിസംബർ 27 ഇന്ത്യൻ സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് വിവേക് കഡ്ജുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അങ്ങോട്ടേക്ക് തിരിക്കുന്നത്. അവർ ചർച്ചകൾ നടത്തി വിമാനത്തിലുള്ളവരെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അതിൽ ഉദ്യോഗസ്ഥനായ അജിത് ഡോവൽ ഉണ്ടായിരുന്നു.
CD സഹായും ഉണ്ടായിരുന്നു. അവർ തീവ്രവാദികളുമായി ചർച്ചകൾ നടത്തി. ഇന്ത്യ തടവിലാക്കിയ 3 തീവ്രവാദികളെ വിട്ടയക്കണം എന്നായിരുന്നു ഹൈജാക്കർമാരുടെ ആവശ്യം. അഹമ്മദ് ഒമർ സെയ്ദ് ഷെയ്ഖ്, മസൂദ് അസർ, മുസ്താഖ് അഹമ്മദ് സർഗാർ. ഈ തീവ്രവാദികളെ വിട്ടയക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ബന്ദികളായി വെച്ചിട്ടുള്ള ഇന്ത്യൻ യാത്രക്കാരെ വിട്ടയക്കണമെങ്കിൽ ഈ തീവ്രവാദികളെ ഇന്ത്യൻ സർക്കാർ വിട്ടയക്കണമെന്ന് അവർ വാശി പിടിച്ചു. ഇന്ത്യക്ക് ഒടുവിൽ അതിന് സമ്മതിക്കേണ്ടി വന്നു. 1994 വിദേശികളായ ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് അഹമ്മദ് ഒമാർ സെയ്ദ് ഷെയ്ഖ്. അങ്ങനെയാണ് അയാൾ ഇന്ത്യയിൽ അറസ്റ്റിലാകുന്നത്. 3 ഡസനിലധികം കൊലപാതക കേസുകളിൽ പ്രതിയായ ആളാണ് മുഷ്താഖ് അഹമ്മദ് സർഗാർ. അങ്ങനെയാണ് അയാൾ 1992 മെയ് 15 ഇന്ത്യയിൽ അറസ്റ്റിലാകുന്നത്. 3ാമത്തെ മഹമ്മൂദ് അസർ, കൊടും ഭീകരൻ. ഡിസംബർ 31 ഇന്ത്യൻ സർക്കാർ 3 തടവുകാരെയും കൈമാറി. അങ്ങനെയാണ് ആ യാത്രക്കാരെ മുഴുവൻ വിട്ടയച്ചത്. കേസുമായി ബന്ധപ്പെട്ട് CBI ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. 10 പേരെ പ്രതികളാക്കി. അതിൽ 7 പേരെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കിട്ടിയില്ല. ബാക്കി ഉള്ളവരെ വിചാരണ ചെയ്തു. 2 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഏതായാലും ഈ സംഭവം അന്നത്തെ വലിയ ഒരു വിവാദമായി ഉയർന്നു വന്നു. വാജ്പേയിക്ക് കീഴിലുള്ള BJP സർക്കാർ വിമർശനങ്ങൾ നേരിട്ടു. സർക്കാരിൻ്റെ ഒരു പരാജയമായി സംഭവം വിലയിരുത്തപ്പെട്ടു. വിമാനം ഇന്ത്യൻ പ്രദേശം വിട്ടുപോകാൻ അനുവദിച്ചതിലാണ് തെറ്റുപറ്റിയത് എന്ന് ചിലരൊക്കെ പറഞ്ഞു. ശക്തമായ ചർച്ചകൾ നടത്താൻ വിമാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ കടുത്ത നിലപാടെടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടു. ഇതേപ്പറ്റി അജിത് ഡോവൽ തന്നെ പിന്നീട് ചില അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ബന്ദികളെ തിരിച്ചയച്ചതിന് താലിബാൻ സർക്കാരിനെ പ്രശംസിച്ചു അന്നത്തെ വിദേശകാര്യ മന്ത്രി ജസ്വന്ത് സിംഗ്. അപ്പോൾ ബന്ദികളെ തിരിച്ചയക്കാൻ നൽകിയ ആ സഹായത്തെ പ്രശംസിച്ചതും വലിയ തർക്കമായി. ഏതായാലും അന്ന് വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടായി. ആദ്യഘട്ടത്തിൽ വാജ്പേയി സർക്കാർ ഈ തീവ്രവാദികളുമായി ചർച്ച നടത്താൻ തയ്യാറായിരുന്നില്ല. പക്ഷേ വിമാനത്തിനകത്ത് കുടുങ്ങിയ സാധാരണക്കാരായ മനുഷ്യരുടെ ബന്ധുക്കൾ വിലപിക്കാൻ തുടങ്ങി. അവർ പ്രതിഷേധവുമായി വന്നു. അങ്ങനെ സർക്കാരിന് അത് കാണേണ്ടി വന്നു. ആ ഘട്ടത്തിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. രാജ്യത്തിനു വേണ്ടി മരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ ഈ ത്യാഗത്തെക്കുറിച്ച് ആ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ രാജ്യം ഈ യാത്രക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിന് ഒപ്പം നിന്നു. തീവ്രവാദികൾ ആവശ്യപ്പെട്ട തരത്തിൽ 3 പേരെ മോചിപ്പിച്ചു. ഇന്ത്യൻ എയർലൈൻസ് വിമാനം 814 റാഞ്ചിയതിൻ്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുൾ റൌഫ് അസർ അങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അയാളെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് ചെന്ന് കൃത്യമായി വകവരുത്തിയിരിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തുമെന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ തെളിവാകുന്നു ഓപ്പറേഷൻ സിന്ദൂർ.